കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വാഴ്ത്തും. ഈശോയിലും അവിടുത്തെ വത്സല മാതാവിലും വിശുദ്ധ യൗസേപ്പിതാവിലും ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ 1000 മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം അച്ഛൻ ആശംസിക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഈ കൊച്ചു ധ്യാനത്തിൽ വളരെ താല്പര്യപൂർവ്വം പങ്കുചേർന്ന് ഈശോയുടെ തിരുപ്പിറവിക്കായി നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും നമുക്ക് ഒരുക്കി തീർക്കാം. ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുടുംബം നമ്മുടെ കുടുംബങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ മാതൃകയും പ്രചോദനവുമാണ്. നമുക്കറിയാം, മനുഷ്യരക്ഷയ്ക്ക് നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ 1000 സാധ്യതകളുണ്ടായിരുന്നു. ദൈവശാസ്ത്രജ്ഞർ അങ്ങനെയാണ് പറയുക. ദൈവത്തിന് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ ഇമ്മാതിരി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു എന്നാ പറയുക. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കാൽ സർവ്വതും സൃഷ്ടിച്ച ദൈവം അങ്ങ് ആകാശത്തിരുന്ന് കൈയൊന്ന് ഞൊടിച്ചാൽ മതി, നമ്മളൊക്കെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് മനുഷ്യാവതാരമാണ്. എന്തുമാത്രം ത്യാഗം, എന്തുമാത്രം വേദന, എന്തുമാത്രം എളിമ, എല്ലാറ്റിലും ഉപരി എന്തുമാത്രം സ്നേഹമാണ് ദൈവം അതിലൂടെ നമ്മോട് പ്രദർശിപ്പിച്ചത്. ക്രിസ്മസ് ഈ ദൈവസ്നേഹത്തിൻ്റെ, ദൈവീക കരുണയുടെ, ദൈവീക ത്യാഗത്തിൻ്റെ, ദൈവീക എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രിയമുള്ള മക്കളെ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത സുന്ദരമായ ഈ ഒരു വഴിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. കർത്താവ് തിരഞ്ഞെടുത്ത വഴി ഈ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയുമാണ്. സർവശക്തനായ ദൈവം ബത്ലഹമിലെ ഒരു കാലിത്തൊഴുത്തിൽ ഒരു അപ്പയുടെയും ഒരു അമ്മയുടെയും നടുവിൽ കാലിട്ടടിച്ച് കിടന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. മഹാനായ ഫുൾട്ടൺ ജെഷീൻ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ഗംഭീരമായിട്ടത് എഴുതി വയ്ക്കും. സർവശക്തനായ ദൈവം മറിയത്ത് എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ ചുരുണ്ടുകൂടി കിടന്നു. സ്രഷ്ടാവിനെ ആദ്യമായി സൃഷ്ടി താഴോട്ട് നോക്കി എന്നാണ് മറിയത്തിൻ്റെ മടിയിൽ കിടന്ന ഉണ്ണീശോയെ മറിയം നോക്കിയതിനെ കുറിച്ച് ഫുൾട്ടൺ ജെഷീൻ പറയുക. തൻ്റെ മടിയിൽ കിടക്കുന്ന സ്രഷ്ടാവിനെ സൃഷ്ടിയായ മറിയം കുനിഞ്ഞു നോക്കി എന്നാ പറയുക. അത്രമാത്രം ദൈവം തന്നെ താഴ്ത്തിയ, തന്നെ എളിമപ്പെടുത്തിയ, തന്നെ സ്നേഹത്തിൻ്റെ രാജാവാക്കി മാറ്റിയ സുദിനമാണ് ക്രിസ്മസ്. തീർച്ചയായിട്ടും ദൈവം കുടുംബത്തിൽ ജനിച്ച്, കുടുംബത്തിൽ ജീവിച്ച്, കുടുംബത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് കുടുംബത്തോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്മസിൽ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാനും കുടുംബകാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും നാം നിർബന്ധിതരാവുന്നത്. അതാണ് നിങ്ങളുമായി സംവദിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുള്ള വലിയ ബോധ്യം. എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ ഒത്തിരി സ്നേഹിച്ച ഒരു ദൈവമാണ്. എൻ്റെ ദൈവം കുടുംബമെന്ന സുന്ദരമായ യാഥാർത്ഥ്യത്തെ വല്ലാണ്ട് പ്രണയിച്ച ഒരു ദൈവമാണ്. എൻ്റെ ദൈവം കുടുംബത്തിൽ ജനിച്ച് അവിടെ ജീവിച്ച് അതിനെ വിശുദ്ധീകരിച്ച ഒരു ദൈവമാണ്. എൻ്റെ പൊന്നു മാതാപിതാക്കളും കൊച്ചുമക്കളും ഈ സത്യത്തെ തിരിച്ചറിയണം. നമ്മുടെ ദൈവം വല്ലാണ്ട് കുടുംബത്തെ സ്നേഹിക്കണം. നമ്മളായിരിക്കുന്ന ഇടത്തെ അവിടുന്ന് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. നമ്മോട് കൂടെ നമ്മുടെ ഭവനങ്ങളിൽ വസിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കണം. ഈ ഒരു സത്യത്തിൻ്റെ വെളിച്ചത്തിൽ
നമ്മുടെ ഭവനത്തിലുള്ള ഈശോയോട് ചേർന്നിരുന്ന്, എൻ്റെ ഈശോയെ, നിന്റെ തിരുപ്പിറവി എൻ്റെ കുടുംബത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ശ്രവിക്കാം. നമുക്കറിയാം, തിരുക്കുടുംബവും നമ്മുടെ കുടുംബവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. മക്കൾക്കറിയാലോ, അച്ഛൻ പറയണത് അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളും ഈശോയുടെ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം, ഔസേപ്പിതാവും മറിയവും ഉണ്ണീശോയും അടങ്ങുന്ന തിരുക്കുടുംബവും നമ്മുടെ കുടുംബങ്ങളും തമ്മിലുള്ള വ്യത്യാസം അച്ഛൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും അച്ഛനുണ്ടായ ഒരു അനുഭവമാണ് അച്ഛൻ പറയുന്നത്. ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ഔസേപ്പുണ്യാളിൻ്റെയും മാതാവിൻ്റെയും ഉണ്ണീശോയുടെയൊക്കെ രൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഔസേപ്പുണ്യാളൻ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു. എന്നെ ആരോ വിളിക്കണ പോലെ എനിക്ക് തോന്നി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഔസേപ്പുണ്യാളനാണ്. മക്കൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പള്ളിയിൽ ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉണ്ണീശോയുടെ രൂപം തൊട്ടുമുത്തും. അപ്പം ഇടതുവശത്ത് ചില പള്ളികളിലൊക്കെ ഔസേപ്പുണ്യാളൻ്റെ രൂപം എടുത്തു വയ്ക്കും. ചില പള്ളികളിൽ ഔസേപ്പിതാവും മാതാവ് ഉണ്ണീശോയും ഒരു മേശപ്പുറത്ത് നല്ല വെള്ള തുണിയൊക്കെ വിരിച്ച് നമ്മൾ പ്രതിഷ്ഠിക്കും. അപ്പം അങ്ങനെ ഇച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠയുടെ മുമ്പിലാണ് അച്ഛൻ മുട്ടുകുത്തി നിൽക്കുന്നത്. അപ്പോഴാണ് അച്ഛനെ ആരോ വിളിക്കണ പോലെ തോന്നിയതും അച്ഛൻ ശ്രദ്ധിച്ചതും. നോക്കിയപ്പോൾ ഔസേപ്പിതാവാണ് വിളിക്കണത്. ഔസേപ്പിതാവ് വിളിക്കണ കണ്ട് ഞാൻ ഔസേപ്പുണ്യാളൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ വർഷം നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഔസേപ്പുണ്യാളൻ്റെ വർഷമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഔസേപ്പുണ്യാളിനോട് ഈ കൊല്ലം നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവണം. ഔസേപ്പുണ്യാളൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി. ഞാൻ ചോദിച്ചു, എന്തിയെ ഔസേപ്പുണ്യാളാ വിളിച്ചേ? ഔസേപ്പുണ്യാൾ അച്ഛനോട് പറഞ്ഞു, നിനക്കറിയൂ എന്താണ് ഈ കിടക്കണതുണ്ടല്ലോ ഉണ്ണി? ഓ, എൻ്റെ അല്ലാട്ടാ. അച്ഛൻ ഞെട്ടിപ്പോയി. ഔസേപ്പുണ്യാളൻ പറയാ, എൻ്റെ കൊച്ചല്ലാട്ടാ ഈ കിടക്കണത്. നമുക്കറിയാം ഔസേപ്പുണ്യാളൻ്റെ മോനല്ല. ഔസേപ്പുണ്യാളൻ ഒരു വളർത്തുപിതാവാണ്. അപ്പൊ എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മാതാവും പറഞ്ഞു, നിനക്കറിയാലോ എൻ്റെ അല്ലാട്ടാ. നമുക്കറിയാം, ബൈബിളില് സഭയില് വലിയൊരു വിശ്വാസ സത്യമുണ്ട്. നിത്യകന്യകയായ മറിയം. അഗസ്തീനോസ് പുണ്യവാനാ പറയുക, പ്രസവത്തിന് ശേഷവും ഉണ്ണിക്ക് ജന്മം കൊടുത്തതിന് ശേഷവും മറിയം നിത്യകന്യകയാണ്. അമ്മ നിത്യകന്യകയാണ്. അത് സഭയുടെ വിശ്വാസമാണത്. അമ്മ നിത്യകന്യക. അമ്മയ്ക്ക് അറിയില്ല ഈ കൊച്ചുമോൻ എങ്ങനെ ഉദരത്തിൽ വന്നു, എങ്ങനെ ആ പൊന്നുമോനെ അമ്മ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മ പറഞ്ഞു, എൻ്റെ അല്ലട്ടാ. അപ്പോഴാണ് അച്ഛൻ ഉണ്ണീശോയുടെ മുഖത്തേക്ക് നോക്കിയത്. എൻ്റെ പൊന്നുമക്കളെ, കയ്യും കാലും ഇട്ടടിച്ച് ഉണ്ണീശോ പറഞ്ഞു, രണ്ടുപേരുടെ അല്ലട്ടാ, ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 12 വയസ്സായപ്പോൾ ഉണ്ണി ദേവാലയത്തിൽ ചെന്ന് അസന്നിഗ്ധമായി അത് പറഞ്ഞു മാതാവിനോട്. എന്തിനാ അമ്മേ, അപ്പ എന്നെ അന്വേഷിക്കണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാവേണ്ടവനല്ലേ? അപ്പൊ ഔസേപ്പുണ്യാളൻ പറഞ്ഞു, എൻ്റെ അല്ലട്ടാ. മാതാവ് പറഞ്ഞു, എൻ്റെയും അല്ലട്ടാ. ഉണ്ണി പറഞ്ഞു, രണ്ടുപേരുടെ അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്നാണ്. അച്ഛൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അച്ഛൻ്റെ അപ്പൻ നല്ലൊരപ്പനാ, തങ്കപ്പെട്ടൊരപ്പനാ. പക്ഷെ അരിശം വരുമ്പോൾ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയും, വീട്ടിലുള്ളതൊക്കെ അപ്പൻ സമ്പാദിച്ചതാണ്. അരിശം വരുമ്പോൾ പറയണതാ. അത് അച്ഛൻ്റെ അപ്പനെ മാത്രമല്ല, നമ്മുടെ എല്ലാ അപ്പന്മാരും പറയും. അരിശം വരുമ്പോൾ പറയും, മൊത്തം അപ്പൻ ഉണ്ടാക്കിയതാണ്. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് അരിശം വരും. അപ്പം അമ്മ പറയും, അങ്ങനെ മൊത്തം താൻ കൊണ്ടോണ്ട, കുറച്ചൊക്കെ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പനും അമ്മയും ഇങ്ങനെ ഗുസ്തി പിടിക്കുമ്പോൾ ഇനി അച്ഛനായിട്ട് എന്തിനാ കുറയ്ക്കണമെന്ന് വിചാരിച്ച് അച്ഛനും പറയും, അപ്പനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടാലും എൻ്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നശിപ്പിക്കും. ഞാൻ കുറേയൊക്കെ സൂക്ഷിച്ച് ജീവിച്ചോണ്ടാ അപ്പ അമ്മ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലുള്ളത്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ചില സംഭാഷണങ്ങൾ നടക്കും. അപ്പം പറയും, ഒക്കെ അപ്പനുണ്ടാക്കിയതാ. അല്ലെങ്കിൽ അപ്പൻ ആ ചിന്തയുണ്ട്, ചിലപ്പോൾ പറയണില്ലെന്നുള്ളൂ, അപ്പൻ്റെ കഷ്ടപ്പാടാണ് മൊത്തം. അമ്മ പറയും, ഒക്കെ അമ്മ ഉണ്ടാക്കിയതാ, അമ്മയുടെ അധ്വാനമാണ് മൊത്തം. അത് കേൾക്കുമ്പോൾ പിള്ളേര് പറയും, അവരും കുറേയൊക്കെ ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ടെന്ന്. തിരുക്കുടുംബത്തിലുള്ളവർ പറയണത് എന്താ? ഔസേപ്പുണ്യാളൻ പറയും, എൻ്റെ അല്ല. മാതാവ് പറയും, എൻ്റെ അല്ല. ഉണ്ണി പറയും, ആരുടെ അല്ല, സ്വർഗത്തിൽ നിന്നാ. നമ്മൾ പറയും, ഒക്കെ എൻ്റെയാ, ഒക്കെ എൻ്റെയാ, ഒക്കെ എൻ്റെയാ. എൻ്റെ പൊന്നു മാതാപിതാക്കളെ, കൊച്ചുമക്കളെ,
ആദ്യം തിരുക്കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണത്. നമുക്കുള്ളതൊന്നും നമ്മുടെ അല്ല, ഒക്കെ നമ്മുടെ ദൈവം നമുക്ക് തന്നതാ. ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ കിടന്നിട്ട് പറയും, പുൽക്കൂട്ടിലിരിക്കുന്ന ഔസ്യപുണ്യാളം പറയും, മാതാവ് പറയും, ഇതൊന്നും നമ്മുടെ ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടായാലുണ്ടല്ലോ, പിന്നെ വീടിനെ വിളിക്കണ പേരാണ് സ്വർഗം. പിന്നെ വീട് സ്വർഗ മക്കളെ. പിന്നെ വീട് സുന്ദരമായൊരു സ്ഥലമാണ്. ദൈവമാണ് എൻ്റെ അപ്പൻ എനിക്ക് തന്നത്, ദൈവമാണ് എൻ്റെ അമ്മേനെ എനിക്ക് തന്നത്, ദൈവമാണ് എൻ്റെ കൊച്ചു മക്കൾ എനിക്ക് തന്നത്, ദൈവമാണ് എനിക്കുള്ളതെല്ലാം തന്നത്. ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ എളിമയുള്ളവരാവും, നമ്മൾ സ്നേഹമുള്ളവരാവും. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറും. ഈശോ തന്ന അപ്പനെ ആരെങ്കിലും വിഷമിപ്പിക്കോ? ഈശോ തന്ന അമ്മേനെ ആരെങ്കിലും കഷ്ടപ്പെടുത്തോ? ഈശോ തന്ന മക്കളെ ആവശ്യമില്ലാണ്ട് ഏതെങ്കിലും അപ്പനും അമ്മയും വഴക്ക് പറയൂ? ഒരിക്കലുമില്ല. അപ്പൊ ആദ്യം ഈ ക്രിസ്മസിന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് അച്ഛൻ പറയാം. ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പറയണം, ഈശോയെ, ഇന്ന് മുതൽ ഉള്ളതൊക്കെ നീ തന്നതാണെന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ ജീവിച്ചോളാം. നിന്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ കൂടെ വസിക്കുന്നതെന്ന് അറിഞ്ഞ് അവരെ ഞാൻ സ്നേഹിച്ചോളാം, അവരെ ഞാൻ ശുശ്രൂഷിച്ചോളാം, അവരെ ഞാൻ അനുസരിച്ചോളാം. ആൻഡ് ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ഈ ധ്യാനത്തിൽ ആദ്യത്തെ ചിന്ത അതാണ്, ദൈവം തന്നതാണ് ഒക്കെ എന്ന് പുൽക്കൂട്, ഉണ്ണീശോയുടെ ബത്ലഹമിലെ കാലിത്തൊഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം അച്ഛന് പറയാനുള്ളത്, ക്രിസ്മസ് എന്ന് പറയണത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം, മുമ്പ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അനുസരണത്തിൻ്റെ ഒരു പെരുന്നാളാണ്. നമ്മുടെ കുടുംബത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കുറവുള്ള ഒരു പുണ്യമാണ് അനുസരണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനുസരിക്കുന്നവരെയാണ് ദൈവം എന്നും അനുഗ്രഹിക്കുക. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം തപ്പി പോകുമ്പോൾ നമ്മൾ പറയും പ്രാർത്ഥന ഇല്ലാത്തതാണ്, പള്ളി പോവാത്തതാണ്, കുമ്പസാരിക്കാത്തതാണ്, ദാനധർമ്മം ചെയ്യാത്തതാണ്, വിശുദ്ധി സൂക്ഷിക്കാത്തതാണ്, അങ്ങനെ പലതും. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, അനുസരിക്കുന്ന ഒരു കുടുംബമാണോ നമ്മുടെ കുടുംബം? എവിടെ അനുസരണം ഉണ്ടോ അവിടെ ദൈവം ഉണ്ടാവും. അതാണ് ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെ അനുസരണം ഉണ്ടോ അവിടെ ദൈവം പിറക്കും. എന്താ അനുസരണത്തിന്റെ തിരുനാളാണെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് മക്കൾക്ക് മനസ്സിലായോ? ക്രിസ്മസിന്റെ കഥാപാത്രങ്ങളെ മക്കളൊന്ന് എടുത്തു നോക്ക്. മറിയപ്പെണ്ണിന് 13 വയസ്സേ ഉള്ളൂ, 13 വയസ്സ്. അപ്പോഴാണ് മാലാഖ മറിയത്തിന്റെ അടുത്ത് വന്നത്. 13 വയസ്സുള്ള മറിയത്തിന് ഒരു കുന്തും അറിയാൻ പാടില്ല, ഒന്നും അറിഞ്ഞുകൂടാ. മറിയത്തിന്റെ മുമ്പിൽ മാലാഖ വന്നിട്ട് മറിയത്തോട് മാലാഖ പറഞ്ഞു, മറിയം, നീ ഗർഭം ധരിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്ന് നിറയും, നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എൻ്റെ പൊന്നുമക്കളെ, എന്തെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവൂ? നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ഇത്രയും ശാസ്ത്രം വളർന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഗൂഗിള് ചേട്ടൻ സകല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഗൂഗിളിനോടൊന്ന് ചോദിച്ചു നോക്ക്, പരിശുദ്ധാത്മാവിനാൽ എങ്ങനെയാണ് ഗർഭം ധരിക്കണമെന്ന്. ആ പൊട്ടൻ ഒരു കുന്തവും പറഞ്ഞു തരാൻ പറ്റില്ല. ഇത്രയും നമ്മൾ വളർന്നിട്ട് പോലും നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മറിയത്തിന്റെ അടുത്ത് മാലാഖ പറഞ്ഞത്. മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒരു എട്ടും പൊട്ടും തിരിയാത്ത കാര്യം കേട്ടിട്ടും മറിയ എന്താ പറഞ്ഞേ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഒബീഡിയൻസ്, അനുസരണം. എന്തോരം പിള്ളേരെ അച്ഛനോട് പറയാറെന്നറിയൂ, എൻ്റെ അച്ഛ, ഈ അമ്മ പറയണത് ഒരു കുന്തും മനസ്സിലാവണില്ല, അപ്പം പറയണത് ഒരു ചുക്കും പിടികിട്ടണില്ല, ആവശ്യമില്ലാണ്ട് അനുസരണത്തിന്റെ പേരും പറഞ്ഞ് പീഡിപ്പിക്കുക. ഇങ്ങനെ പറയണ എന്തോരം മക്കളുള്ളത്. അപ്പനെ കാണുമ്പോൾ തല്ലിക്കൊല്ലാനുള്ള അരിശമാണ്. നാളെ ഒരുത്തൻ എന്നോട് പറഞ്ഞു, എന്തോ ഒരു ഇടിവാൾ ഈ ലോകത്ത് വെറുതെ പാഴായി പൊണച്ച, ഒരെണ്ണം എൻ്റെ അപ്പൻ്റെ തലയിൽ കൂടെ പോയിങ്ങി,
അപ്പനെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ആവശ്യമില്ലാത്തതൊക്കെ ഡിമാൻഡ് ചെയ്യണമെന്നാ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറിയം പറഞ്ഞ്, ഇതാ കർത്താവിൻ്റെ ദാസി. നിസ്സാര കാര്യമാണോ എൻ്റെ മക്കളെ? ഇന്നും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എന്തോരം അവള് അതിനെ പ്രതി വേദനിച്ചിട്ടുണ്ടാവും. അപ്പൊ അച്ഛൻ പറഞ്ഞു വന്നത്, മാതാവ് പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി, അനുസരിച്ചു. അമ്മ പറഞ്ഞു ഓക്കെ, ദൈ വിൽ ബി ഡൺ. മലാഖ നേരെ മതില് ചാടിക്കിടന്ന് ഔസേപ്പിന്റെ അടുത്ത് ചെന്നു. വിശുദ്ധ നാട്ടിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, തൊട്ടപ്പുറത്താ ഔസേപ്പ് പുണ്യാളന്റെ പണിസ്ഥലം. ചാടിക്കടന്ന മാലാഖ പോയത്. അവിടെ ചെന്ന് മാലാഖ ഉരുട്ടി വിളിച്ചു ഔസേപ്പിനെ. എഴുന്നേൽപ്പിച്ച് കണ്ണും തിരുമിയിരിക്കണ ഔസേപ്പിനോട് മാലാഖ പറഞ്ഞു, നീ കെട്ടാൻ പോണ പെണ്ണില്ലേ? ഉവ്വ. മറിയം? അതെ. പ്രഗ്നന്റ് ആട്ടാ. ഔസേപ്പുണ്യാളെ ഞെട്ടിപ്പോയി. ഇതെന്ത് വകുപ്പ്? മാലാഖ പറഞ്ഞു, ഡോണ്ട് വറി, പരിശുദ്ധാത്മാവാണ് ആള്, ടെൻഷൻ പിടിക്കണ്ട, ധൈര്യമായിട്ട് പൊത്തിപ്പിടിച്ചോ. മനോഹരമായിട്ട് മത്തായി ശ്ലീഹ എഴുതി വെക്കും, ഔസേപ്പ് നിദ്രയിൽ നിന്നുണർന്നു, ദൈവത്തിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഗൈൻ ഒബീഡിയൻസ്. ഔസേപ്പ് പുണ്യാളൻ അനുസരിച്ച്. മാലാഖ നേരെ ഓട്ടോറിക്ഷ വിളിച്ച്. എവിടേക്കാ മാലാഖ പോയത്? ആട്ടിൻ പറ്റത്തെ മേയിച്ച് വിശന്ന് തളർന്ന് ഉറങ്ങണ ആട്ടിടയന്മാരുടെ അടുത്തേക്ക് അല്ലേ? മാലാഖ അവിടെ ചെന്ന് ആട്ടിടയന്മാരൊക്കെ അടിച്ചെഴുന്നേൽപ്പിച്ച് എല്ലാത്തിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞ് കണ്ണും തുറിച്ച് നിന്ന് ആട്ടിടയരോട് മാലാഖ പറഞ്ഞു, ബത്ലഹേം വരെ പോണം. എന്തിന്? സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകൻ അവിടെ ജനിച്ചിട്ടുണ്ട്, പോയി കാണും. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കും, ആട്ടിടയന്മാർ എഴുന്നേറ്റ് പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോവാം. മാലാഖ പറഞ്ഞത് എന്തെന്ന് നമുക്ക് പോയി കാണാം. അവരും അനുസരിച്ചു. ഒബീഡിയൻസ്. മാലാഖ നേരെ മരുഭൂമിയിലേക്ക് പോയി. 3 രാജാക്കന്മാർ എവിടെ നിന്നെങ്ങാണ്ട് കുറ്റിയും പറിച്ച് വരണതാ. അവറ്റയുടെ മുമ്പിൽ വട്ടം നിന്ന് മാലാഖ പറഞ്ഞു, നക്ഷത്രം കണ്ട? പൂവ്. പിന്നാലെ പൊയ്ക്കോ. എവിടേക്കാന്നൊന്നും ചോദിക്കണ്ട, നക്ഷത്രം എവിടേക്ക് പോണോ അവിടേക്ക്. ഓക്കെ. പൂജരാജാക്കന്മാര് കൃത്യമായിട്ട് അനുസരിച്ച് അവർ നക്ഷത്രത്തിന്റെ പിന്നാലെ പോയി. നക്ഷത്രം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിന്റെ മുകളിൽ നിന്നു. അവർ അകത്ത് കിടന്ന് ഉണ്ണീനെയും കണ്ടു, അമ്മേനെയും കണ്ടു, അപ്പനെയും കണ്ടു, എല്ലാവരെയും കണ്ടു. പൂജരാജാക്കന്മാര് അനുസരിച്ച്. ഇന്ന് നോക്കിയ മക്കളെ, മറിയം അനുസരിച്ച്, ഔസേപ്പ് പുണ്യാളൻ അനുസരിച്ച്, പൂജരാജാക്കന്മാര് അനുസരിച്ച്, ആട്ടിടയന്മാര് അനുസരിച്ച്. എന്തുണ്ടായി? ക്രിസ്മസ് ഉണ്ടായി, ഉണ്ണി പിറന്നു. ഇതാണ് നമ്മുടെ വീട്ടിലും നമ്മൾ അനുസരിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ അനുസരണയുള്ളവരാവണം. പൗലോസ് അപ്പോസ്തലൻ മനോഹരമായിട്ട് എഴുതും, പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കാഴ്ചയിൽ മനുഷ്യനെ പോലെ അവൻ കാണപ്പെട്ടു. എന്തുമാത്രം പിതാവിനെ അവൻ അനുസരിച്ച്, ദാസനെ പോലെ പുത്രൻ അനുസരിച്ചു. ഈശോയുടെ അനുസരണമാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. ഈശോയുടെ അനുസരണമാണ് കാലിത്തൊഴുത്തിൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും ഈശോയുടെ പീഡാസഹനം എന്ന് പറയുന്നത് കുരിശിലെ 3 മണിക്കൂർ ടൈം ഗ്യാപ്പിൽ സംഭവിച്ചതാണെന്ന് നമ്മൾ ചിന്തിക്കും. ഒന്നും അല്ല മക്കളെ. ബത്ലഹേമിലെ കാലിത്തൊഴുത്ത് അല്ല, അതിനു മുമ്പ് അവന്റെ അമ്മയുടെ വയറ്റിൽ ചുരുണ്ടുകൂടി കിടന്ന നിമിഷം മുതൽ ഈശോയുടെ ജീവിതത്തിന്റെ സഹന പർവ്വങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ മുതൽ ഈശോ അനുസരണത്തിന്റെ ഏറ്റവും വലിയ മാതൃക ലൂക്കാ സുവിശേഷകൻ എഴുതണില്ലേ, അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, അനുസരണം ക്രിസ്മസിന്റെ ഒരു സന്ദേശമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അനുസരണത്തിന്റെ പെരുന്നാളാണ്. മാതാപിതാക്കൾ, ജീവിത പങ്കാളികൾ പരസ്പരം അനുസരിക്കണം. ഭർത്താവ് പറയണത് ഭാര്യ കേൾക്കണം, ഭാര്യ പറയണത് ഭർത്താവ് കേൾക്കണം. ചിലര് പത്രോസിന്റെ ലേഖനഭാഗം എടുത്തു വെച്ച് വളരെ വീറോടും വാശിയോടും കൂടെ പറയും, ദമ്പതികളിൽ ഭാര്യമാരോട് പറഞ്ഞേക്കണത് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്നാണ്. ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. എന്നിട്ട് ചില പുരുഷ കേസരികൾ പറയും പെണ്ണുങ്ങളാണ് അനുസരിക്കേണ്ടത്. ഒരിക്കലല്ല പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞ് ശ്ലീഹ പറയണത് എന്താണെന്നറിയോ? ഭർത്താക്കന്മാരോട് നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി
ജീവൻ പോലും ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അവൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചതുപോലെ ഭാര്യയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ മാത്രം ഭർത്താക്കന്മാര് തയ്യാറായിരിക്കണം. എന്താ ശ്ലീഹ പറഞ്ഞതിന്റെ അർത്ഥം? കെട്ടിയോളന്മാരോട് അനുസരിച്ചാ മതി എന്ന് പറഞ്ഞപ്പോ കെട്ടിയോന്മാരോട് പറഞ്ഞത് പോയി ചാവാനാണ്. അത്രയ്ക്ക് വലുതാണ് ഭർത്താക്കന്മാർക്കുള്ള ഉത്തരവാദിത്വം. അവരനുസരിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ചാവണം പുരുഷന്മാര്. അത്രമാത്രം വലിയ ത്യാഗമാണ് ഈ അനുസരണത്തിന്റെ മേഖലയിൽ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. അപ്പൊ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം, മക്കള് മാതാപിതാക്കളെ അനുസരിക്കണം. എൻ്റെ പൊന്നുമക്കളെ, കുടുംബം സ്വർഗമാകണമെങ്കിൽ, കുടുംബത്തിൽ ഈശോ വന്ന് പിറക്കണമെങ്കിൽ അനുസരണം വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ അനുസരണത്തിന്റെ കാര്യത്തിൽ ഒന്ന് രണ്ട് കുഞ്ഞു കാര്യം കൂടി അച്ഛൻ പറയാം. മറ്റൊന്നുമല്ല, ചിലപ്പോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആവശ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ചില മക്കളുടെ പിടിവാശികള് നമുക്ക് അത്ര ദഹിച്ചെന്നിരിക്കില്ല. പക്ഷെ ഓർക്കണം, ഇവരിലൂടെയൊക്കെ നമ്മെ അനുസരണത്തിന്റെ ലോകത്തിലേക്ക് വിളിക്കുന്നത് ദൈവമാണ്. കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് പലതും നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്ത് ഈ അനുഭവമുണ്ട്. എന്തിനാ അപ്പൻ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് വാശി പിടിക്കണേ? എന്താ അമ്മ ഇങ്ങനെ കണ്ണി ചോരയില്ലാണ്ട് വർത്താനം പറയണേ? എന്താ മക്കൾക്ക് എന്നെ ഒന്ന് അനുസരിച്ചാൽ, ബഹുമാനിച്ചാൽ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചില ചിന്തകൾ തന്നെയാണ്. മറക്കരുത്, ദൈവം ആവശ്യപ്പെടുന്നത് പലതും നമുക്ക് മനസ്സിലാവില്ല. കർത്താവ് നാമാൻ എന്ന് പറയുന്ന മനുഷ്യനോട് പറഞ്ഞത് ആ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കാനാണ്. അയാളുടെ മേത്ത് തൊലി ഉണ്ടായില്ല. ജോർദാന് കട്ടുപ്പുള്ള സ്ഥലത്താണ് മുങ്ങാൻ പറഞ്ഞതെന്നാണ് അച്ഛൻ വായിച്ചേക്കുന്നത്. ജോർദാൻ നദി ചാവുകടലിൽ ലയിക്കണ പരിസരത്താണത്രേ ഈ പാവത്തിനോട് മുങ്ങാൻ പറഞ്ഞത്. ശരീരത്തിൽ തൊലിയില്ലാത്ത ഒരുത്തൻ ഈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്തൊരു സുഖമായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയ മക്കള്. പക്ഷെ നാമാൻ മുങ്ങി. അയാൾ അനുസരിച്ച്. ദൈവം എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? എന്തിനാ 7 പ്രാവശ്യമൊക്കെ മുങ്ങണത്? സുഖപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 1 പ്രാവശ്യമൊക്കെ മുങ്ങി കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാലോ. പക്ഷെ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു ദൈവം. നമ്മുടെ ദൈവം ഒരു വെറൈറ്റി കർത്താവാ. നമുക്ക് ഒരിക്കലും അങ്ങനെ പിടികിട്ടില്ല. കർത്താവ് കണ്ണുപൊട്ടന്റെ കണ്ണില് തുപ്പി ചെളി ഉണ്ടാക്കിയൊക്കെ തേക്കണത് നമ്മൾ വായിച്ചില്ലേ? സ്റ്റാൻഡേർഡ് ഉള്ള ട്രീറ്റ്മെന്റ് ആണ്. എന്തൊരു വൃത്തികേടാണ്. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടിച്ചിട്ടടിക്കും. നിലത്ത് തുപ്പി അതുകൊണ്ട് ചെളി ഉണ്ടാക്കി ആ ദരിദ്രവാസിയുടെ കണ്ണിൽ മൊത്തം പൊത്തി പിടിപ്പിച്ച് എന്നിട്ട് അതിനോട് പോയി കഴുകാൻ പറഞ്ഞു. എന്തിന് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ദൈവം നമ്മോട് പറയണ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതെന്തിനാ ഈ ചെളിയൊക്കെ കണ്ണി പൂശണത്? ഈശോ എത്ര പേരെ ഇടുകൊടുക്ക ചോറും കറി എന്ന് പറഞ്ഞ പോലെ സുഖപ്പെടുത്തിയേക്കണം. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. എന്നാ പെട്ടെന്നാണ് പരിപാടി. ആ താലിത്തക്കും നമ്മൾ പഠിച്ചില്ലേ? മരിച്ചെടുക്കണ പെങ്കൊച്ച് അവളുടെ അടുത്ത് വന്നിട്ട് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു എഴുന്നേക്കാൻ. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ വന്നിട്ട് ലാസറെ കം ഔട്ട്. എന്ത് കൂളായിട്ടാ പരിപാടി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തൊരു വൃത്തിയായിട്ടതാ പ്രിയപ്പെട്ടവരെ. കണ്ണില് ചെളി പൊത്തുക, സീലോഹായില് പോയി കഴുകുക, ഒരു സ്റ്റാൻഡേർഡും ഇല്ല എന്ന് അച്ഛൻ പണ്ടൊക്കെ ഈശോനോട് പറഞ്ഞു. അപ്പൊ ഈശോ പറഞ്ഞു, നിന്റെ ദൈവം ഒരു വെറൈറ്റി കർത്താവാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല. ദേവാലയത്തിൽ നികുതി കെട്ടാനില്ല എന്ന് പരാതി പറഞ്ഞ ശിഷ്യന്മാരോട് ഈശോ എന്താ പറഞ്ഞേ? പത്രോസിനെ വിളിച്ച് കർത്താവ് പറഞ്ഞു, പത്രോസെ ചൂണ്ടയുണ്ടാ? ഇല്ല. ഒരു ചൂണ്ട നീ ഒപ്പിക്കി. ഓക്കെ. എന്നിട്ട് ഗലീലി കടലിൽ പോയി നീ മീൻ പിടിക്കി. ഓക്കെ. ആദ്യം പിടിക്കണ മീൻ്റെ വായയിൽ ഒരു നാണയം ഇരിക്കണത് നീ കാണും. ഓക്കെ. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി ദേവാലയ നികുതി കെട്ടും. മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അതെടുത്ത് എനിക്കും നിനക്ക്. ഈ മീൻ്റെ വായയിൽ ഈ കോയം കൊണ്ടുവച്ച നേരെ ഈശോയ്ക്ക് പോക്കറ്റിൽ ഇട്ടുടി. അതാണ് പറഞ്ഞേ. ഈശോ പത്രോസിനോട് പറയുക, ചൂണ്ടയുണ്ടാക്ക്, മീൻ പിടിക്ക്, അത് ആദ്യം കിട്ടണ മീൻ്റെ വാ തുറന്ന് നോക്ക്. നമ്മളാണെങ്കിൽ എന്തു പറയും? പോയി പണി നോക്ക്, എനിക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട്.
നമ്മുടെ അപ്പനോട് പലപ്പോഴും അതല്ല നമ്മൾ പറയണത്, നമ്മുടെ അമ്മോട് പലപ്പോഴും ഇതല്ല നമ്മൾ പറയണത്. ഈശോ പറയണു, മറ്റുള്ളവരിലൂടെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതിൻ്റെ പുറകിൽ നിനക്കുള്ള ഒരു അനുഗ്രഹം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, നിനക്കുള്ള ഒരു അത്ഭുതം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒബേ. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നിന്റെ പൊന്നുമോൻ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി മോറിയായിൽ നീ ബലി അർപ്പിക്കണം. അബ്രാഹം ഏട്ടം വലം നോക്കിയില്ല, കൊച്ചനെയും ചുരുട്ടി കൂട്ടിയെടുത്ത് അയാൾ മോറിയ മല കയറി. ദൈവം പറയണെന്താ? നിന്റെ ഏകജാതനെ പോലും ബലിയർപ്പിക്കാൻ മാത്രം അത്രമേൽ അനുസരണത്തോടെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അനുസരണം സ്നേഹത്തിന്റെ അടയാളമാണ്. അതാണ് അനുസരണം അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കാരണം. നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണ്. സ്നേഹമില്ലാണ്ട് അനുസരിച്ചിട്ട് ഒരു ഫലമില്ല. അപ്പേനെ അമ്മേനെ അനുസരിക്കുമ്പോൾ, ജീവിത പങ്കാളിയെ അനുസരിക്കുമ്പോൾ, മക്കള് പറയണതിന് ചെവി കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവണം. അതുകൊണ്ട് ക്രിസ്മസിൽ ഉണ്ണീശോ നമ്മളോട് പറയും, ഇത് അനുസരണത്തിന്റെ തിരുനാളാണ്. ആൾക്കാര് പറയണത് അനുസരിക്കണം, ആത്മീയര് പറയണത് അനുസരിക്കണം, അഭിഷിക്തര് പറയണത് അനുസരിക്കണം, വചനം പറയുന്നത് അനുസരിക്കണം. ഈശോ അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ എൻ്റെ ജനം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ഒബീഡിയൻസ്, ഇറ്റ്സ് വണ്ടർഫുൾ. ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം മക്കളെ. അത് ആൾക്കാര് പറയണത് ആത്മീയര് പറയണത് മാതാപിതാക്കള് പറയണത് കേൾക്കണം. ചില സമയത്ത് മക്കള് പറയണതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അനുസരണം എല്ലാവർക്കും ബാധകമാണ്. ബൈബിൾ എന്താ പറയണെന്ന് മക്കൾക്ക് അറിയാമോ? ചില സമയത്ത് കഴുത പറഞ്ഞാലും കേൾക്കണമെന്നാണ്. ബാലാമിന്റെ കഴുത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബൈബിളിൽ വായിച്ചു, ഞായറാഴ്ച കുർബാനയ്ക്ക്. ബാലാമിന്റെ കഴുത, ബാലാം എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകനോട് ഡയലോഗ് അടിച്ചത് കഴുതയാണ്. ചില സമയത്ത് കഴുത പറഞ്ഞാലും കേൾക്കണം. അത്രമാത്രം അനുസരണത്തിന്റെ പുറകിൽ ദൈവം ഒളിപ്പിച്ചു വെക്കുന്ന സുന്ദരമായ അനുഗ്രഹങ്ങളുണ്ടെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എവിടെ അനുസരണമുണ്ടോ അവിടെ ഉണ്ണി പിറക്കും. ഉണ്ണി പിറക്കുന്ന ഇടത്തിന്റെ പേരാണ് സ്വർഗം. ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തും, നമ്മൾ അനുസരണയുള്ളവരാണ്. അനുസരണം. മൂന്നാമതായിട്ട് അച്ഛന് മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ദൈവം എത്രമാത്രം എളിമപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവുള്ളൊരു സംഗതി അത്. എളിമപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛൻ സെമിനാരി പഠിക്കുമ്പോൾ അച്ഛൻ്റെ ഗുരു അച്ഛനോട് പറഞ്ഞത് അച്ഛൻ്റെ തലയിലുണ്ട്. എന്താണോ? ഉണ്ണി ഒതുങ്ങി 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 അവസാനം തൊഴുത്തി പോയി കിടന്നു. അച്ഛൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥ അങ്ങനെയാണ്. ഔസേപ്പുണ്യാളനും മാതാവും കൂടി ഇങ്ങനെ സത്രം അന്വേഷിച്ച് നടക്കുക. ഔസേപ്പുണ്യാളൻ മുമ്പിൽ ഇങ്ങനെ നടക്കും, പുറകിൽ കഴുതയുടെ പുറത്ത് നിറവയറുമായിട്ട് മറിയം. വല്ലാണ്ട് അവശയാണ് മറിയം. വല്ലാത്തൊരു യാത്രയായിരുന്നു. നമുക്കറിയാലോ, ഒത്തിരി ദൂരം സഞ്ചരിച്ച് വന്നേക്കുക. അങ്ങനെ വന്ന ഔസേപ്പ് ഓരോ സത്രത്തിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടും. ആദ്യം ചെന്ന് മുട്ടുന്ന സത്രത്തിൻ്റെ വാതിൽ ആദ്യം മുട്ടി, ഒരനക്കുമില്ല. പിന്നെയും മുട്ടി. വലിയ ആഘോഷം അകത്ത് നടക്കുക. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് അങ്ങനെയാണല്ലോ. പേരെഴുതിക്കാനായി എല്ലാവരും വന്നിട്ടുണ്ട്. സത്രങ്ങളിലൊന്നും അവർക്ക് ഇടം കിട്ടിയില്ല. അത്രമാത്രം തിരക്കായിരുന്നു. അങ്ങനെ ഔസേപ്പുണ്യാളൻ്റെ മുട്ട് കേട്ട് വാതിൽ തുറക്കുമ്പോൾ അകത്ത് നിന്ന് വല്ലാത്ത ശബ്ദം കേൾക്കാം. ഔസേപ്പുണ്യാളൻ നോക്കുമ്പോൾ അകത്ത് ഭയങ്കര ആഘോഷം. ബന്ധുക്കളെല്ലാവരും വന്ന് കൂടി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. ഔസേപ്പിതാവ് തിരിഞ്ഞ് മറിയത്തോട് ചോദിക്കും, മറിയം, ഭയങ്കര തിരക്കാ, വലിയ ആഘോഷമാണ്, എന്താ ചെയ്യുക? അപ്പം മറിയം ഒരു മിനിറ്റ് കണ്ണടയ്ക്കും. കണ്ണടച്ച് കണ്ണ് തുറന്ന് മറിയ ഔസേപ്പിതാവിനോട് പറയും, ചെറുക്കം പറയണു ഇവിടെ വേണ്ടാന്ന്.
അങ്ങനെ ഔസേപ്പുണ്യാളൻ സത്രത്തിന്റെ ഉടമസ്ഥനോട് പറയും, സോറി കേട്ടോ, ഞങ്ങൾ വേറെ സ്ഥലത്ത് പൊക്കോളാം. അങ്ങനെ അടുത്ത സത്രത്തിൽ ചെല്ലും, വീണ്ടും മുട്ടും. അവിടെ വാതിൽ തുറക്കുമ്പോഴും ഗംഭീര ബഹളം. ഔസേപ്പ് പിന്നെയും മാതാവിനോട് ചോദിക്കും, എൻ്റെ പെണ്ണെ എന്ത് ചെയ്യാ, ഭയങ്കര തിരക്കാണല്ലോ. മറിയം കണ്ണടച്ച് തുറന്ന് ഔസേപ്പിനോട് പറയും, ദേ ചെറുക്കൻ പറയണ് ഇവിടെയും വേണ്ടാന്ന്. അങ്ങനെ പല സത്രങ്ങളും മുട്ടി 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 അവസാനം ഒരു തിക്കും തിരക്കുമില്ലാത്ത ഒരിടം കണ്ടെത്തിയപ്പോൾ അത് തൊഴുത്തായി, അത് കാലിത്തൊഴുത്തായി. മറിയത്തോട് വയറ്റിൽ കിടന്ന് ഉണ്ണി പറഞ്ഞെന്നാ പറയണേ, അമ്മേ ഇവിടെ ആവുമ്പോൾ ആർക്കൊരു ശല്യമില്ല, ആർക്കൊരു ബുദ്ധിമുട്ടില്ല, ആരും നമ്മെ പ്രതി വിഷമിക്കണ്ട, അവരുടെ സന്തോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കണ്ട. അതുകൊണ്ട് അമ്മേ നമുക്ക് ഇവിടെ കിടക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒതുങ്ങി 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 തൊഴുത്ത് വരെ ഒതുങ്ങിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ വീട്ടിൽ ഒതുങ്ങാൻ നമുക്ക് എന്തൊരു മടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പോലും ഒതുങ്ങി കൊടുക്കാൻ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാ. ഞാനാണ് നന്നായിട്ട് പഠിക്കണത്, ഞാനാണ് മുട്ടുകുത്തി പ്രാർത്ഥന എത്തിക്കണത്, ഞാനാണ് അമ്മയ്ക്ക് പാത്രം കഴുകി കൊടുക്കണത്, ഞാനാണ് തുണി അലക്കി കഴിയുമ്പോൾ അഴയിൽ കൊണ്ടിടാൻ സഹായിക്കണത്. അതുകൊണ്ട് മീൻ വറക്കുമ്പോൾ നടുനുറുക്ക് എനിക്ക് ഇടണം. എന്തോരം പേരെ വാശി പിടിക്കണേ. ഞാൻ എന്തോരം കഷ്ടപ്പാടാ ഈ വീട്ടിൽ ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടണം. ആരൊക്കെ ചത്താലും ശരി ജീവിച്ചാലും ശരി 7:30 മണിക്ക് എനിക്ക് കുളിക്കണം. നമ്മുടെ നിർബന്ധങ്ങൾ വളരെ വലുതാണ്, നമ്മുടെ ശാഠ്യങ്ങൾ വളരെ മോശമാണ്. ഈ ക്രിസ്മസിനൊരു തീരുമാനം എടുക്കണം. നിന്റെ ഈശോ എന്തുമാത്രം ഒതുങ്ങിക്കൊടുത്തവനാ. സത്രത്തിലെ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ സത്രത്തിലുള്ളവരുടെ ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കാതെ, അവരുടെ ഉത്സവങ്ങൾക്ക് ഒരു കുറവും വരുത്താണ്ട് എന്തുമാത്രം ഒതുങ്ങാൻ പറ്റുമോ അത്രയും ഒതുങ്ങിത്തന്ന ഒരു ദൈവത്തിൻ്റെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. പ്രിയപ്പെട്ടവര്, കൂടപ്പിറപ്പുകള്, സഹോദരങ്ങള് പഠിക്കാൻ മേശപ്പുറത്തിരിക്കുമ്പോൾ ആവശ്യമില്ലാണ്ട് എന്തോരോ വഴക്കാ വീട്ടിലുണ്ടാവണത്. അവൾ എൻ്റെ പെൻസിൽ തന്നില്ല, അവൾ എൻ്റെ പേനെടുത്തു, അവൻ എൻ്റെ സ്കെയിലെടുത്തു, അവൻ എന്നെ നോക്കി, ഇവൻ എന്നെ നുള്ളി. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാ മക്കളെ. എല്ലാവർക്കും വസ്ത്രം വാങ്ങിച്ച്, കുർബാന സ്വീകരണത്തിന് അനിയന് വെള്ളുടുപ്പ് മേടിച്ച്, എനിക്കൊരു സ്കാർഫ് പോലും മേടിച്ചു തന്നില്ല. നമുക്ക് പരാതിയുടെ ഭാണ്ഡക്കെട്ടാണ്. എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം. എൻ്റെ കാര്യം മാത്രം പരിഗണിക്കണില്ല. ഞാനല്ലേ കുടുംബത്തിലെ പ്രധാനപ്പെട്ടത്, എന്നെ പരിഗണിച്ചിട്ട് പോരെ മറ്റുള്ളവരെ പരിഗണിക്കണത്. നമുക്കെന്നും പരിഭവങ്ങളാണ്. നമ്മുടെ ദൈവം നമ്മളോട് പറയും, എന്തുമാത്രം ഒതുങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്രയും ഒതുങ്ങിക്കൊടുക്കണം. ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവം മാറ്റിവെച്ച് അപരൻ്റെ സന്തോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കാതെ, അപരൻ്റെ ഉത്സവങ്ങൾക്ക് കുറവ് വരുത്താതെ നമ്മുടെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ സന്ദേശം, ഒരു വിളി ഈ ക്രിസ്മസ് കാലം നമുക്ക് തരുന്നുണ്ട്. അവസാനമായി ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാം. ക്രിസ്മസ് ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. എൻ്റെ ദൈവം എൻ്റെ ചങ്കിലുണ്ടെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാൾ. എൻ്റെ കൂടെ അവനുണ്ടെന്ന് എന്നെ ബലപ്പെടുത്തുന്ന തിരുനാൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് കാലത്ത് തെളിയുന്ന നക്ഷത്ര വിളക്കുകളൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മോട് പറയണത്. പൂജരാജാക്കളോട് മാലാഖ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നക്ഷത്രം എവിടെയുണ്ടോ അവിടെ നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉമറത്ത് നക്ഷത്ര വിളക്ക് കത്തിക്കുമ്പോൾ എല്ലാവരോടും നമ്മൾ വിളിച്ചു പറയണത് അതാണ്. ഈശോനെ കാണാൻ ആഗ്രഹമുണ്ടോ? വാ, എൻ്റെ വീട്ടിലുണ്ട്. അതാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കണ്ണ് ചിമ്മുന്ന നക്ഷത്രം നമ്മോട് പറയണത്, മറ്റുള്ളവരോട് പറയണത്. ദൈവം കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ വീടിൻ്റെ ഉമറത്ത് മിഴി തെളിക്കുന്ന നക്ഷത്രം. ഓക്കെ, അപ്പൊ ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ക്രിസ്മസ് തരുന്നത്. ആ ഈശോ നമ്മോട് പറയും, നീയും എല്ലാവർക്കും സമീപസ്ഥനാവണം.
നിന്റെ കൂടെയുള്ളവർക്ക് ഈ ബോധ്യം നീ പങ്കുവെച്ചു കൊടുക്കണം. കൂടെ ആരില്ല എന്ന സങ്കടം വല്ലാത്ത നോവായി മനസ്സിൽ കൊണ്ടു നടക്കണ ഒത്തിരി മനുഷ്യരുണ്ട് ഈ ലോകത്ത് പ്രിയപ്പെട്ടവർ. നമുക്കറിയാലോ, പതിതരും പാവപ്പെട്ടവരും. ആട്ടിടയരൊക്കെ തുള്ളിച്ചാടിയത് അതിൻ്റെ പേരില. വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, ഉണ്ണീനെ കാണാൻ പോണൊരു പോക്കും ഉണ്ണീനെ കണ്ടു പോണൊരു പോക്കും ആ ബത്ലഹമിലെ കാലിത്തൊഴുത്തിന്റെ പൊക്കത്തുള്ള പള്ളിയുടെ ആൾക്കാരിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കൂടെ ഓടണ പട്ടിക്ക് പോലും എന്നാ സന്തോഷാന്നറിയൂ. ഞാൻ എന്നും ചെല്ലുമ്പോൾ ആട്ടിടയിൽ ഒന്നുമല്ല നോക്കാറ്, ആ പട്ടീനെയാണ് ഞാൻ നോക്കാറ്. ആ പട്ടിയുടെ സന്തോഷം കാണണം പ്രിയപ്പെട്ടവരെ. ഇനി ആരെങ്കിലും ചെല്ലുമ്പോൾ നോക്കിയാൽ മതി, ആട്ടിടയന്മാരുടെ ദേവാലയത്തിന്റെ അൾത്താരയിൽ ആ പടമുണ്ട്. ഉണ്ണീനെ കാണാൻ പോണ മനുഷ്യരും ഉണ്ണീനെ കണ്ടിട്ട് പോണവരും. അഡ്രസ്സ് ഉണ്ടായി എന്നാ പറയണത്. ബലപ്പെട്ടവരാണെന്ന് ബോധ്യം കിട്ടിയെന്നാ പറയണത്. നമ്മുടെ സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷം കൊടുക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരണം. അച്ഛൻ എന്നും മാതാവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മൾ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയിൽ 2ാം പ്രാവശ്യം ഈശോ നിലത്ത് വീണ് തകർന്നു കിടക്കണ മോൻ്റെ അടുത്ത് മുട്ടുകുത്തി മറിയം പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ മക്കളെ, അത് വളരെ മനോഹരമാണ്. ആ സിനിമ ഞാൻ കണ്ടപ്പോൾ ഈ ഡയലോഗ് കേട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നതാ. അത്ര മനോഹരമായ ഡയലോഗാണ് മറിയത്തിൻ്റെ. മൈ സൺ, ഐ ആം ഹിയർ. എൻ്റെ പൊന്നു മോനെ, അമ്മ ഇവിടെ ഉണ്ടട്ടോ, അമ്മ ഇവിടെ ഉണ്ടട്ടോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? മോൻ ഒരിക്കലും ഒറ്റയ്ക്കല്ലട്ടാ. ആ സിനിമ തുടങ്ങുമ്പോൾ ചെകുത്താൻ ഈശോയ്ക്ക് കൊടുക്കണ പ്രലോഭനം എന്താണെന്നറിയോ? ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക്, ഓർമ്മയുള്ളവർക്ക് അറിയാം. പിശാച് വന്നിട്ട് ഈശോനോട് പറയണത്, യു ആർ ഓൾ എലോൺ. നീ ഒറ്റയ്ക്കാ, നീ ഒറ്റയ്ക്കാ, നീ ഒറ്റയ്ക്കാ. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അമ്മ പറയുന്ന ഡയലോഗ് ധ്യാനിക്കാൻ. മൈ സൺ, ഐ ആം ഹിയർ. എൻ്റെ പൊന്നുമോനെ, നീ ഒറ്റയ്ക്കല്ലട്ടാ, അമ്മ നിന്റെ കൂടെ ഉണ്ട്. ആ മോൻ ബലപ്പെട്ട് എഴുന്നേക്കണത് കാണും. എഴുന്നേറ്റ് അമ്മയോട് അവൻ പറയും, അമ്മേ, ഞാൻ എല്ലാം നവീകരിക്കുകയാണ്, എല്ലാം ഞാൻ പുതുക്കി പണിയാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു ബലം കൊടുക്കാൻ നമുക്ക് പറ്റണം. ക്രിസ്മസ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും അവരുടെ കരങ്ങളിൽ അമർത്തി പിടിച്ച് പറയാൻ പറ്റണം, ഞാനുണ്ടട്ടോ നിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ ദൈവവും വിഷമിക്കണ്ട. ഞാനുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരട്ടാ. അതൊക്കെയാണ് നമ്മുടെ ഒരു തണ്ടും തൻ്റെടും. നമ്മൾ നമ്മുടെ ലൈൻ അടിക്കുന്നവരോടും പ്രേമിക്കുന്നവരോടൊക്കെ പറയും, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ല കൂടെ. ഒരു ബോധമില്ലാത്ത കൂട്ടുകാർ പറയുന്ന ഡയലോഗാണത്. നമ്മൾ കട്ടയ്ക്ക് നിന്നാ സാധിക്കാത്ത എന്താ ഉള്ളത്? അതല്ല ക്രിസ്മസ് തരുന്ന സന്ദേശം. നിന്റെ ജീവിതത്തിൻ്റെ വേദനകളിലും കഷ്ടപ്പാടുകളിലും ഞാനുണ്ട് നിന്റെ കൂടെ. പിന്നെ നമ്മുടെ ദൈവവും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലം. സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും കരങ്ങളിൽ അമർത്തി പിടിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അദമ്യമായ ആഗ്രഹമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഉണ്ടാവണം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. അടിപൊളി കാലിത്തൊഴുത്തൊക്കെ നമ്മൾ പണിയും, സുന്ദരമായ പുൽക്കൂടുണ്ടാക്കും. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ നമ്മൾ ഒരിക്കലും പുൽക്കൂടുകൾ തീർക്കാറില്ല. നമ്മുടെ ചങ്കിലൊക്കെ പുൽക്കൂട് പണിയണം എന്നൊക്കെ നമ്മൾ ധ്യാനിപ്പിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചങ്കിനകത്തൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ, അവരുടെ പോരായ്മകളിൽ കുറവുകളിൽ നമ്മൾ ഉണ്ടെന്നൊരു ഉറപ്പ് കൊടുക്കുന്ന പുൽക്കൂടുകൾ തീർക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, പുൽക്കൂടെന്ന് പറയുന്നത് പോരായ്മകളുടെ ഒരിടമാണ്. അവിടെ ദുർഗന്ധമുണ്ട്, പശുവിൻ്റെ തൊഴുത്തത്. അവരവിടെയാണ് 1ഉം 2ഉം ഒക്കെ നടത്തുന്നത്. അവിടെ ഇഷ്ടം പോലെ കൊതുകുണ്ട്, മുട്ടൻ ഈച്ചയുണ്ട്, എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളുണ്ട്. പക്ഷെ അതിനുള്ളിലാണ് ദൈവം പിറന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം പിറക്കും. എല്ലാ വൃത്തികേടുകളുടെ ഇടയിലും കിടക്കാൻ ഇടം കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പോരായ്മകളുടെ ഇടയിലും പിറക്കാൻ നമുക്ക് പറ്റണം. നീ ആദ്യം നിന്റെ ചങ്കൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെയൊക്കെ ഡെറ്റോൾ തെളിച്ച് ഫിനോയിൽ ഒഴിച്ച് കഴുകി മെനക്കാക്ക്, എന്നിട്ട് ഞാൻ വന്നിരിക്കാം എന്നല്ല ക്രിസ്മസിലെ ഈശോ നമ്മളോട് പറയണത്. എത്ര വൃത്തികെട്ടതായാലും കിടക്കാൻ ഇടം തന്നാൽ ഞാൻ കിടക്കാം.
അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചങ്കിലും നമ്മളൊരു ക്രിസ്മസ് പണിയണം. അവർക്ക് നമ്മൾ കൂട്ടാവണം. അവരുടെ ബലഹീനതകളിലും അവർക്ക് കൂട്ടിരിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് അവർക്ക് ബോധ്യം വേണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ഇടറിപ്പോയവരൊക്കെ നമ്മുടെ സ്നേഹത്തിലേക്കും ദൈവീക സന്തോഷത്തിലേക്കും മടങ്ങി വരിക. ഏലി വീസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ, നോവല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരുടെ കഥയാണ് ആ നോവല് പറയണത്. ദ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയേക്കണ മനുഷ്യനാണ് ഏലി വീസൽ. അച്ഛനത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പറയാറുണ്ട്. നിരന്ന് നിൽക്കുക എല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോൾ മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ കഴുമരത്തിൽ ഓരോ മനുഷ്യരെ തൂക്കിക്കൊല്ലുക. അങ്ങനെ കൊല്ലണേൻ്റെ ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കണ മനുഷ്യർ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ നോവൽ എഴുതിയ മനുഷ്യനാണ് ഈ അനുഭവം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ പുറകിൽ നിന്ന് അയാളൊരു വിളി കേട്ടു, എക്സ്ക്യൂസ് മീ സർ. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളുടെ അരയ്ക്ക് പൊക്കമുള്ളൊരു കൊച്ചനാണ്. അരിശത്തോടെ അയാൾ ചോദിച്ചത്, നീ എന്തിനാ ഈ നേരത്തെ എന്നെ വിളിക്കണത്? പ്ലീസ് സർ. വാട്ട് പ്ലീസ്? അയാൾക്ക് അരിശം വന്നു. ഷട്ട് അപ്പ് യുവർ മൗത്ത്, കീപ് ക്വൈറ്റ്. അയാൾ തിരിഞ്ഞു നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചൻ പിന്നെയും അയാളുടെ ബട്ടക്കി തട്ടി. കൊച്ചൻ അയാളോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ സർ. അയാൾ തിരിഞ്ഞു നിന്ന് ചോദിച്ച്, നിനക്ക് എന്താ വേണ്ടത്? സർ, ഒരു ഉപകാരം ചെയ്യാമോ? അയാൾക്ക് അരിശവും സങ്കടവും ഒക്കെ വന്നെന്നാ ഏലി വീസൽ എഴുതണത്. ഭീകരമായ കോപത്തോടെ അയാൾ ചോദിച്ചത്, ഈ അവസാന നേരത്ത് എന്ത് ഉപകാരം ചെയ്യാനാ മോനെ? നിനക്ക് വിശ്വാസമുണ്ടോ? ഉവ്. പ്രാർത്ഥിക്കാൻ അറിയാമോ? ഉവ്. ആവോ ഫാദർ പഠിച്ചിട്ടുണ്ടോ? ഉവ്. എന്നാ ചെല്ല്, ശല്യപ്പെടുത്തരുത്, മരിക്കാൻ നിൽക്കുക. അയാൾ തിരിഞ്ഞു നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും കൊച്ചൻ തട്ടി. അരിശത്തോടെ തിരിഞ്ഞ അയാൾ പിന്നെയും ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? വാട്ട് യു വാണ്ട്? അരിശത്തോടെ ചോദ്യം, നിനക്ക് എന്ത് വേണം? കൊച്ചൻ അയാളോട് പറഞ്ഞു, സർ, ഞാനും മരിക്കും, സാറും മരിക്കും. ഓക്കെ, അതിനെന്ത് വേണം? സാറേ, മരിക്കണേക്ക് മുമ്പ് ഞാൻ സാറിൻ്റെ ചെറുവിരലുമ്മ ഒന്ന് പിടിച്ചോട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഞാൻ സാറിൻ്റെ ചെറുവിരലേൽ ഒന്ന് പിടിച്ചോട്ടെ. ഏലി വീസൽ എഴുതും, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും സകല തകർച്ചയിലും തളർച്ചയിലും എനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില സുഹൃതങ്ങൾ ദൈവം അവശേഷിപ്പിക്കുന്നുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച കൊച്ചാത്. ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ട് എഴുതിയ നോവലാണത്ര ഇത്. ആ കൊച്ചൻ അയാളോട് ചോദിച്ച ചോദ്യം, സർ, മരിക്കണേക്ക് മുമ്പ് ഞാൻ സാറിൻ്റെ ചെറുവിരലും ഒന്ന് പിടിച്ചോട്ടെ. നമ്മുടെ ചുറ്റും ഇരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ ചോദ്യം നമുക്ക് കേൾക്കാം. നമ്മുടെ ചുറ്റും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഈ ചോദ്യം നമുക്ക് കേൾക്കാം. അവരൊക്കെ പറയാതെ പറയണുണ്ടത്, അപ്പൻ്റെ ചെറുവിരലുമ്പോ ഞാനൊന്ന് പിടിച്ചോട്ടെ. അമ്മയുടെ ചെറുവിരലുമ്പോ ഞാനൊന്ന് പിടിച്ചോട്ടെ. മോൻ്റെ ചെറുവിരലുമ്പോ ഞാനൊന്ന് പിടിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര തിരക്കുള്ള റോട്ടിലും മുറിച്ച് കിടക്കുമ്പോൾ അപ്പൻ്റെ ചെറുവിരൽ കൈയുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്നാ ധൈര്യമാണ്. ഇതാണ് ക്രിസ്മസ് അവസാനമായിട്ട് നമ്മോട് പറയണത്. ദൈവം കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഉണ്ണി പറക്കണത്. ഞാൻ നിന്റെ കൂടെ ഉള്ളതുപോലെ നീ നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ വേണം. നിനക്ക് എന്തൊക്കെ ബലഹീനതകൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ പോരായ്മ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ മാത്രമേ ഉള്ളൂ. ഈ പുതിയ വർഷം നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിന്റെ ഈ ചെറുവിരലിനെ നീ ഒന്ന് ബലപ്പെടുത്തണം. നീ കുറെ കൂടി ശക്തിയുള്ളവനും ഉള്ളവളും ആവണം. കാരണം നിന്റെ ദൈവം അതിന് നിന്നെ സഹായിക്കുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് കാലം കുറെ കൂടി അനുഗ്രഹത്തിൻ്റെതാവട്ടെ. അച്ഛൻ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവം തന്നതാണ് നമുക്കുള്ളതൊക്കെ. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും നമ്മുടെ കൂടപ്പറപ്പുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ സുഖ സൗകര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സുന്ദരമായ ദാനം. അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അവരെ നമ്മൾ അനുസരിക്കും. ക്രിസ്മസ് പറയുന്ന രണ്ടാമത്തെ കാര്യം അതാണ്, അനുസരിക്കണം.
അനുസരിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറയേണ്ടത് നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്ക് ചിലപ്പോൾ പിടികിട്ടില്ല. ആര് പറഞ്ഞാലും അനുസരിക്കണം. കാരണം ഓരോ അനുസരണത്തിൻ്റെ പുറകിലും ദൈവം നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വയ്ക്കുന്ന അത്ഭുതങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ക്രിസ്മസ് ഒതുങ്ങിക്കൊടുക്കണതിൻ്റെ തിരുനാളാണ്. എന്തോരം ഉണ്ണി ഒതുങ്ങിക്കൊടുത്തു, അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒതുങ്ങിക്കൊടുക്കണം. അവസാനമായി ക്രിസ്മസ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ദൈവം നിന്നോടേറെ അടുത്തിരിക്കുന്നത് പോലെ നീ നിന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്നിരിക്കാനുള്ള ഒരാഹ്വാനം ക്രിസ്മസ് നിനക്ക് തരുന്നുണ്ട്. മറിയം പറയണത് പോലെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് മോനെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് മോനെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടത് പറയാൻ പറ്റണം. അവരുടെ കരങ്ങൾ അമർത്തി പിടിച്ച് ഹൃദയപൂർവ്വം പറയണം, നീ വിഷമിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. പിന്നെ നമ്മുടെ ദൈവവും. എന്തിനേയും നമ്മൾ അതിജീവിക്കും, ഏത് ചെങ്കടലും നമ്മൾ മുറിക്കും, ഏത് മരുഭൂമിയും നമ്മൾ താണ്ടും. കാരണം അഗ്നിസ്തംഭമായി, മേഘത്തൂണായി മുമ്പിലും മുകളിലും നടക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കരങ്ങൾ ചേർത്ത് പിടിച്ച് നിൽക്കാം എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടുണ്ടല്ലോ, NN കക്കാട്ടിൻ്റെ. വരിക സഖി, നമുക്ക് ചേർന്ന് നിൽക്കാം, സഫലമീ യാത്ര. അതാണ് ക്രിസ്മസ് പറയണത്. ദൈവത്തോട് ചേർന്ന് പ്രിയപ്പെട്ടവരോടുകൂടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാകുന്ന സുന്ദരമായ തീർത്ഥാടനത്തെ ആഘോഷമാക്കാനുള്ളൊരു വിളി ഈ ക്രിസ്മസ് കാലം നമുക്ക് തരും. നമ്മുടെ ചെറുവിരലിനെ നമ്മൾ ബലപ്പെടുത്തണം. കാരണം ഇതുമ്മ തൂങ്ങി നടക്കാൻ ചില പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. ഇതേല് തൂങ്ങി നടക്കാൻ ചില ജീവിതങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. കണ്ണുകളടച്ച് ഈ മേഖലകളിലെല്ലാം എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ചിന്തിക്കാം. എപ്രകാരമാണ് എൻ്റെ ദൈവം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അനുവദിക്കുന്നതെന്ന് ധ്യാനിക്കാം. എൻ്റെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വരുത്തി ഈ ക്രിസ്മസ് കൂടുതൽ അനുഗ്രഹത്തിൻ്റെതാക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എനിക്കുള്ളതെല്ലാം നിന്റെ ദാനമാണെന്നും അനുസരിക്കുക വഴി അനുഗ്രഹം പ്രാപിക്കാൻ എനിക്കാകുമെന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കണമെന്നും എൻ്റെ ജീവിതത്തിൽ പരമാവധി എല്ലാവർക്കും ഞാൻ ഒതുങ്ങിക്കൊടുക്കണമെന്നും വലിയ ബോധ്യം നൽകി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണേ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി എൻ്റെ കർത്താവേ, നിനക്ക് മഹത്വം. കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ റൂഹായുടെ സഹവാസം, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധമതികളുടെയും മാധ്യസ്ഥം എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളോടും കുടുംബങ്ങളോടും അരികത്തും അകലത്തും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ സർവ്വ നിയോഗങ്ങളോടും കൂടെ ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു.